റാപ്പർ വേടനെതിരെ കേസെടുത്തതിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വനംവകുപ്പ് മേധാവി. വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ റിപ്പോർട്ടാണ് വകുപ്പ് മേധാവി നൽകിയത്. മാധ്യമങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് തിടുക്കമുണ്ടായെന്നും വിമർശനമുണ്ട്. അതേസമയം വേടനെ അറസ്റ്റ് ചെയ്തതും അന്വേഷണം നടത്തിയതും നിയമപ്രകാരമാണെന്നാണ് റിപ്പോർട്ട്. സെക്രട്ടറി ശുപാർശ എഴുതി റിപ്പോർട്ട് വനംമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് പരിശോധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തേക്കുമെന്നറിയുന്നു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഒടുവിൽ പഴയ ഉദ്യോഗസ്ഥർക്കാണ് വേടന്റെ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, റാപ്പർ വേടൻ പുലിപ്പല്ല് കൈവശം വച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അറസ്റ്റും അത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണവും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള KR ജ്യോതിലാലിന് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ തുടക്കം മുതൽ തന്നെ വേടന്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും വലിയ തോതിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഈ പുലിപ്പല്ല് കൈവശം വച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് അന്വേഷണം നടത്തിയതും. ഇതിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് സർക്കാരിന് മുന്നിൽ വനംവകുപ്പ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. പ്രധാനമായും വേടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തിടുക്കം കാട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. മറ്റൊന്ന്, ഈ തിടുക്കം കാട്ടിയതിന് പുറമെ ഈ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനമാണ് ഈ വനംവകുപ്പ് മേധാവി ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. അത് വേടനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ വേടന്റെ ഈ പുലിപ്പല്ല് കൈവശം വച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനെ ന്യായീകരിക്കുന്നതല്ല. കാരണം ഈ അറസ്റ്റും അതുപോലെ തന്നെ അന്വേഷണവും ചട്ടപ്രകാരമാണെന്നുള്ളതും എന്നാൽ അറസ്റ്റ് ചട്ടപ്രകാരം തന്നെ ആയിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. പക്ഷേ തിടുക്കം കാട്ടുക മാത്രമല്ല, മാധ്യമ ശ്രദ്ധയിലേക്ക് വരാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് റിപ്പോർട്ടിൽ. ഇതിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ നടപടി വരിക എന്നുള്ളതാണ്.